ആരാധനാലയങ്ങളിൽ ആരണ്യകം പദ്ധതിക്ക് തുടക്കം. എനിക്ക് മാത്രമല്ല ഒരുപാട് പേർക്ക് വിദേശത്ത് ജോലി നേടിത്തന്നത് ആംപിയർ ITI ആണ്. 100% ജോലി സാധ്യതയുള്ള സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ് അപ്രൂവ്ഡ് കോഴ്സുകൾ ആംപിയർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് പ്രൈവറ്റ് ITI, ന്യൂ ബസ് സ്റ്റാൻഡ്, പയ്യന്നൂർ. പരിസ്ഥിതി സംരക്ഷണത്തിന്റെയും ജൈവ വൈവിധ്യ സംരക്ഷണത്തിന്റെയും സന്ദേശം സമൂഹത്തിലേക്ക് വ്യാപിപ്പിക്കുന്നതിനായി സി കൃഷ്ണൻ നായർ സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സീഡ് ക്ലബ്ബ്, BMC ക്ലബ്ബ്, പിലിക്കോട് ഗ്രാമപഞ്ചായത്ത് ജൈവ വൈവിധ്യ പരിപാലന സമിതി എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ ആരാധനാലയങ്ങളിൽ ആരണ്യകം എന്ന വൃക്ഷവൽക്കരണ പദ്ധതിക്ക് തുടക്കമായി. പദ്ധതിയുടെ ഭാഗമായി സെന്റ് മേരീസ് ദേവാലയം മട്ടലായി ശിവക്ഷേത്രം, ചന്തേര ജുമാ മസ്ജിദ് എന്നിവിടങ്ങളിൽ മാവ്, സപ്പോട്ട, കൂവളം, ഇലഞ്ഞി തുടങ്ങിയ ഫല ഔഷധ വൃക്ഷത്തൈകളും തെച്ചി, റോസ് എന്നിവയുൾപ്പെടെയുള്ള അലങ്കാര ചെടികളും നട്ടുപിടിപ്പിക്കുന്നതിനായി കൈമാറി. സ്കൂൾ PTA പ്രസിഡന്റ് പ്രശാന്ത് പുത്തിലോട്ട് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പിലിക്കോട് ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റും ജൈവ വൈവിധ്യ പരിപാലന സമിതി കൺവീനറുമായ TV ശ്രീധരൻ ഉദ്ഘാടനം നിർവഹിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ TV സുചിത്ര, ഹെഡ്മിസ്ട്രസ് ലത CK, മാതൃഭൂമി സീഡ് ജില്ലാ കോർഡിനേറ്റർ ശ്രീജ M, രാജൻ TV, BMC അംഗം M വിനയൻ, സീഡൻ BMC കോർഡിനേറ്റർ M തുളസി, സുധി ബാലകൃഷ്ണൻ, രാജേഷ് K, സാജു സ്റ്റീഫൻ എന്നിവരും പരിപാടിയിൽ പങ്കെടുത്തു. വിദ്യാർത്ഥികളായ ഇഷാനി ഉണ്ണി, വൈകാനന്ദ, നിവേദ്യ, സന്തോഷ്, ദർശിക, അഭിനന്ദ്, ഉദിത്, അമയ്, ദേവ്, പ്രജ്വൽ എന്നിവർ പരിപാടിയിൽ സജീവമായി പങ്കാളികളായി. ന്യൂസ് ബ്യൂറോ, പിലിക്കോട്. നല്ല ജോബ് ഓറിയന്റഡ് കോഴ്സിനെ പറ്റി ചോദിക്കാറുണ്ട്. ഐ ഓൾവേസ് സജസ്റ്റ് ആംപിയർ ബിക്കോസ് ഇറ്റ്സ് മൈ എക്സ്പീരിയൻസ്. ഇതുപോലുള്ള ബഹുനില കെട്ടിടങ്ങൾ കെട്ടിപ്പൊക്കാൻ എന്നെ പ്രാപ്തിയാക്കിയത് ആംപിയർ ITI. ആംപിയറിലെ മികച്ച പ്രാക്ടിക്കൽ സൗകര്യത്തോടുള്ള പഠനം എനിക്ക് എന്റെ ഡ്രീം ജോബ് നേടിത്തന്നു. ഇന്ന് ഞാനൊരു ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ആണ്. അതിനെ പ്രാപ്തനാക്കിയത് ആംപിയർ ITI ആണ്. എനിക്ക് മാത്രമല്ല ഒരുപാട് പേർക്ക് വിദേശത്ത് ജോലി നേടിത്തന്നത് ആംപിയർ ITI ആണ്. 100% ജോലി സാധ്യതയുള്ള സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ് അപ്രൂവ്ഡ് കോഴ്സുകൾ ആംപിയർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് പ്രൈവറ്റ് ITI, ന്യൂ ബസ് സ്റ്റാൻഡ്, പയ്യന്നൂർ.